ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സബ്ജക്റ്റിന്റെ മോഡ്യൂൾ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കീസ് ഇൻ DBMS അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കീ എന്ന് നോക്കാം. കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്? ഡേറ്റ ഇന്റഗ്രിറ്റി, യുണീക്നെസ്, അതേപോലെ എഫിഷ്യന്റ് ആക്സസ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ആക്യുറേറ്റും കറക്റ്റും ഒക്കെ ആണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഡേറ്റാബേസിലേക്ക് എൻ്റർ ചെയ്യുന്ന വാല്യൂസ് മൾട്ടിപ്പിൾ വാല്യൂസ് ഒന്നും വരാൻ പാടില്ല. എല്ലാ വാല്യൂസും യൂണീക്ക് ആയിരിക്കണം. ഇനി നമ്മൾ കൊടുക്കുന്ന എല്ലാ വാല്യൂസും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനും കൂടി പറ്റണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ DBMSൽ കീസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ടപ്പിൾസ് യുണീക്ലി ഇൻ എ ടേബിൾ. എന്താണ് ടപ്പിൾ? ഒരു ടേബിളിലെ ഓരോ റോയിനെയും നമ്മൾ ടപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടപ്പിൾ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അത് നമ്മുടെ റോസിനെ തന്നെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടപ്പിളിനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്. വി ഓൾസോ യൂസ് കീസ് ടു സെറ്റ് അപ്പ് റിലേഷൻ എമംഗ് വേരിയസ് കോളംസ് ആൻഡ് ടേബിൾസ്. അതായത് നമ്മളൊരു ഡേറ്റാബേസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടേബിൾസ് ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ ആ ടേബിളിനെ എല്ലാം പരസ്പരം റെഫർ ചെയ്യുകയും അതേപോലെ കണക്ട് ചെയ്യുകയും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും നമ്മൾ കീസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡേറ്റാബേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് എന്ന് നോക്കാം. ഒരുപാട് കീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കുറച്ച് കീസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ള കീസ് കാൻഡിഡേറ്റ് കീ ഉണ്ട്, സൂപ്പർ കീ ഉണ്ട്, ഓൾട്ടർനേറ്റ് കീ ഉണ്ട്, ഫോറിൻ കീ ഉണ്ട്, അതേപോലെ പ്രൈമറി കീ ഉണ്ട്, കോമ്പോസിറ്റ് കീ ഉണ്ട്. ബാക്കിയുള്ള കീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമുക്ക് ഇത്രയും കീസ് ആണ് പഠിക്കാനുള്ളൂ. ഇനിയും വേണമെങ്കിൽ ഒരുപാട് ടൈപ്പ് കീസ് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള സൂപ്പർ കീ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൂപ്പർ കീ. എല്ലാ മത്സര പരീക്ഷകളിലും എക്സാമിനും അതേപോലെ വൈവയ്ക്കും ഇനി നിങ്ങൾ ജോലിക്ക് കിട്ടിയ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലും ഈ സൂപ്പർ കീ എന്താണ് എന്നുള്ളത് ചോദിച്ച് കാണാറുണ്ട്. എന്താണ് സൂപ്പർ കീ? ഇറ്റ് ഈസ് ആക്ച്വലി എ സെറ്റ് ഓഫ് one or more attributes that can uniquely identify a tuple is known as super key. ഒരു ടപ്പിളിനെ, ടപ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ടപ്പിളിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂപ്പർ കീ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ സൂപ്പർ കീ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതായത് ഇതിൽ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ്, ഇപ്പൊ യൂണീക്നെസ്സിന് വേണ്ടി അല്ല എങ്കിൽ പോലും നമ്മൾ പ്രൈമറി കീയുടെ കൂടെ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സെറ്റ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കീസിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പറയാം. നോക്കിക്കേ, ഇവിടെ ഇതൊരു സ്റ്റുഡൻറ്റിന്റെ ടേബിൾ ആണ്. ഈ സ്റ്റുഡൻറ്റിന്റെ ടേബിളിൽ എന്തൊക്കെയാണ് ഇതിന്റെ ആട്രിബ്യൂട്ട്സ് വരുന്നത്? സ്റ്റുഡന്റ് നമ്പർ ഉണ്ട്, സ്റ്റുഡൻറ്റിന്റെ നെയിം ഉണ്ട്, അഡ്രസ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട് അല്ലേ. അപ്പൊ ഇതിലെ ഏതൊക്കെ കോളംസ് അല്ലെങ്കിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്താണ് ഇതിനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഈ പറയുന്ന നെയിം യൂസ് ചെയ്ത് നമുക്ക് ഇതിനെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നിലധികം നെയിംസ് ചിലപ്പോൾ വരാം, പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് യെസ് നെയിം ഒരു കീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ അഡ്രസ്സും പറ്റില്ല, ഫോൺ നമ്പറും പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ സ്റ്റുഡന്റ് നമ്പർ മാത്രമാണ് ഈ ടേബിളിലെ ഓരോ കീസിനെയും നമുക്ക് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡന്റ് നമ്പർ എടുത്തു, അതിൻ്റെ കൂടെ എക്സ്ട്രാ ആട്രിബ്യൂട്ടിനെ ആഡ് ചെയ്തു. ഇപ്പം ഈ സ്റ്റുഡന്റ് നമ്പറിൻ്റെ കൂടെ യെസ് നെയിം നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അതൊരു സൂപ്പർ കീ ആണ്. അപ്പോൾ ഈ സ്റ്റുഡന്റ് നമ്പർ ഉണ്ടായിരിക്കണം, മസ്റ്റായിട്ട് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കോളം ഉണ്ടാവണം. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സിനെ ആഡ് ചെയ്യാം. ഇനി അതേപോലെ വേറൊരു സൂപ്പർ കീ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റുഡന്റ് നമ്പറും അതേപോലെ അഡ്രസ്സും, അല്ലെങ്കിൽ സ്റ്റുഡന്റ് നമ്പറും ഫോൺ നമ്പറും, അങ്ങനെ യുണീക്കലി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടും അതിൻ്റെ കൂടെ മറ്റെത്ര ആട്രിബ്യൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാൻഡിഡേറ്റ് കീ. ഇമ്പോർട്ടൻ്റ് ആണ് കാൻഡിഡേറ്റ് കീ.
കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ യുണീക്കലി ഐഡന്റിഫൈ എ ടപ്പിൾ. ഒരു ടപ്പിളിനെ മിനിമൽ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സിനെ എടുത്താൽ അത് കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയാം. ഇത് A candidate key is actually a minimal super key, meaning it can be uniquely identify a record but contains no extra attribute. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ ഇറ്റ് ഇസ് എ സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ഡേറ്റ ഈസ് കോൾഡ് കാൻഡിഡേറ്റ് കീ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഒന്നും ഇവിടെ നമുക്ക് അലൗഡ് അല്ല. എവറി ടേബിൾ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ candidate key. A table can have multiple candidate key but only one primary key. ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ കാൻഡിഡേറ്റ് കീസ് നമുക്ക് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീസ് വരാം. ഇനി എങ്ങനെയാണ് കാൻഡിഡേറ്റ് കീ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും ഇപ്പം നമ്മൾ ഇവിടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്ന ആട്രിബ്യൂട്ട്സ്, ആ എല്ലാ ആട്രിബ്യൂട്ടും യൂസ് ചെയ്ത് യുണീക്കായിട്ട് നമുക്ക് ഈ ടേബിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് കാൻഡിഡേറ്റ് കീ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഈ സ്റ്റുഡൻറ്റിൻ്റെ ടേബിളിൽ സ്റ്റുഡൻറ് നമ്പർ മാത്രം യൂസ് ചെയ്താണ് ഈ പറയുന്ന ടേബിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തും നമ്മൾ എടുക്കാൻ പോകുന്ന ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തും ഈ ടേബിളിലെ ഓരോ വാല്യൂസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പക്ഷേ എസ് നെയിം മാത്രം യൂസ് ചെയ്തുകൊണ്ട്, സ്റ്റുഡൻറ്റിൻ്റെ നെയിം മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ ടേബിളിലെ ഓരോ വാല്യൂസിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അഡ്രസ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഫോൺ നമ്പർ മാത്രം യൂസ് ചെയ്തുകൊണ്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റുഡൻറ് നമ്പർ മാത്രമാണ് ഇവിടെ കാൻഡിഡേറ്റ് കീ വരുന്നത്. ഇനി ഇവിടെ ഒരു ഫോൺ നമ്പർ കൂടാതെ ഇമെയിൽ ഐ ഡി, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇനി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എന്തൊക്കെ സെലക്ട് ചെയ്യാം? ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈ രജിസ്റ്റർ സ്റ്റുഡൻറ്റിൻ്റെ നമ്പറിൻ്റെ കൂടെ ഇമെയിൽ ഐ ഡി നമുക്ക് ആഡ് ചെയ്യാം. ആ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് നമുക്ക് യുണീക്കായിട്ട് ഈ ഡേറ്റാബേസിലെ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ രജിസ്റ്റർ നമ്പർ യൂസ് ചെയ്തിട്ടും ഈ ടേബിളിലെ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എന്തിനെയൊക്കെ സെറ്റ് ചെയ്യാം? സ്റ്റുഡൻറ് നമ്പർ, ഇമെയിൽ, രജിസ്റ്റർ നമ്പർ, ഇത്രയും നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഒരു കീ ആയിരിക്കും പ്രൈമറി കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? ആദ്യം നമ്മൾ കാണിച്ച ആ ടേബിളിൽ ഈ സ്റ്റുഡൻറ് നമ്പർ മാത്രമായിരുന്നു യുണീക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരൊറ്റ കാൻഡിഡേറ്റ് കീ ഉണ്ടായിരുന്നുള്ളൂ. കാൻഡിഡേറ്റ് കീയിൽ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇമെയിലും രജിസ്റ്റർ നമ്പറും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സൂപ്പർ കീയിലായിരുന്നെങ്കിൽ ഏത് ആട്രിബ്യൂട്ട് വേണേലും ആഡ് ചെയ്യാം. പക്ഷെ ഇവിടെ കാൻഡിഡേറ്റ് കീയിൽ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെ മാത്രമാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ അടുത്ത ഒരു ടേബിൾ എടുത്താൽ, കോഴ്സ് എന്ന് പറയുന്ന ടേബിൾ എടുത്താൽ, ഇവിടെ നമ്മളൊരു കാൻഡിഡേറ്റ് കീ ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റുഡൻറ് നമ്പറും അതേപോലെ കോഴ്സ് നമ്പറും യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ടേബിളിലെ ഓരോ വാല്യൂസിനെ. അതുകൊണ്ട് ഈ രണ്ട് ആട്രിബ്യൂട്ട്സിനെയും കൂടി എടുത്ത് അതിന് കാൻഡിഡേറ്റ് കീ ആക്കി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, എന്താണ് സൂപ്പർ കീയും കാൻഡിഡേറ്റ് കീയും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഓൾറെഡി നമ്മൾ എന്താണെന്നുള്ള അതിന്റെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ സെറ്റ് ഓഫ് വൺ ഓർ മോർ ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്കലി ഐഡന്റിഫൈ എ ടപ്പിൾ, അതിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ മിനിമൽ സൂപ്പർ കീ വിത്ത് നോ റിഡുണ്ടന്റ് ആട്രിബ്യൂട്ട്സ്. ഇനി എൻഷുവേഴ്സ് യുണീക്നെസ് ഓഫ് റോസ് ബട്ട് മേ ഇൻക്ലൂഡ് എക്സ്ട്രാ ആട്രിബ്യൂട്ട് നോട്ട് നെസസറി ഫോർ യുണീക്നെസ്. ഇവിടെ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാൻഡിഡേറ്റ് കീയിലാണെങ്കിൽ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്താൽ എൻഷുവേഴ്സ് യുണീക്നെസ് യൂസിങ് ദ സ്മോളസ്റ്റ് പോസിബിൾ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. എക്സ്ട്രാ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം, പക്ഷെ ആ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ആട്രിബ്യൂട്ടും യുണീക്കായിട്ട് ആ ടേബിളിലെ ഓരോ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നോട്ട് നെസസറിലി മിനിമൽ, ക്യാൻ കണ്ടെയ്ൻ അൺനെസറി ആട്രിബ്യൂട്ട്. ഇനി ഓൾവേസ്, ഇറ്റ് ഈസ് ഓൾവേസ് മിനിമൽ. Candidate key is always minimal. Removing any attribute would break uniqueness. Next,
സൂപ്പർ സെറ്റ് ആണ്. സൂപ്പർ കീ എന്ന് പറയുന്നത് ഓൾവേസ് സൂപ്പർ സെറ്റ് ആണ്. കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആണ്. ഈ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. എന്താ എക്സാമ്പിൾ? ഇപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ടേബിൾ പറയുവാണെങ്കിൽ റോൾ നമ്പർ, ഇമെയിൽ, അതൊരു സൂപ്പർ കീ ആയിട്ട് നമുക്ക് പറയാം. മറ്റൊരു സൂപ്പർ കീ പറയുവാണെങ്കിൽ റോൾ നമ്പർ, ഇമെയിൽ, നെയിം, അതും സൂപ്പർ കീ ആണ്. ഒന്നിലധികം സൂപ്പർ കീ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാലോ, കാൻഡിഡേറ്റ് കീ ഇതിലെല്ലാം നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഈ റോൾ നമ്പറും ഇമെയിൽ ഐ ഡിയും ചേർന്ന ഈ ഒരു സെറ്റിനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആക്കി എടുക്കാം. കാരണം ഇത് രണ്ടും യൂസ് ചെയ്ത് യുണീക്ക്ലി ടേബിളിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്ന റോൾ നമ്പർ, ഇമെയിൽ, നെയിം, ഈ സെറ്റിനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരുപാട് സൂപ്പർ കീ ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ഫോം ചെയ്തപ്പോൾ കണ്ടില്ലേ, ഒന്നിലധികം സൂപ്പർ കീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് വളരെ ഫ്യൂവർ ആയിരിക്കും. അത് നമ്മൾ ഈ പറയുന്ന ഈ കീയിൽ നിന്ന്, അതായത് സൂപ്പർ കീയിൽ നിന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നത്. എക്സാമ്പിൾ ഓർത്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് എളുപ്പമാണ്. നെക്സ്റ്റ് പ്രൈമറി കീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി കീ ഈസ് ആക്ച്വലി എ യുണീക്ക് ഐഡന്റിഫയർ, ഒരു യുണീക്ക് ഐഡന്റിഫയർ ആണ്. ഇനി എന്തിനാണ് പ്രൈമറി കീ യൂസ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രൈമറി കീ ഈസ് ആൻ ആട്രിബ്യൂട്ട് or column or a set of attribute that uniquely identifies each row in a table. ഒരു ടേബിളിലെ ഓരോ വാല്യൂസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി കീ യൂസ് ചെയ്യുന്നത്. പ്രൈമറി കീ ഒരിക്കലും നൾ ആവാൻ പാടില്ല, അതൊരു കണ്ടീഷനാണ്. നെക്സ്റ്റ്, ഇൻ മെനി റിലേഷണൽ DBMS, നമ്മൾ DBMSൽ ഒരു പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ DBMSൽ എങ്ങനെയാണെന്നറിയോ അത് കാണിക്കുന്നത്? യുണീക്ക് ഇൻഡെക്സ് ആയിട്ടാണ് DBMSൽ നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യുമ്പോൾ DBMS അതിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു ടപ്പിളിനെ യുണീക്കലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീ ആണ്. നൾ വാല്യൂസ് പാടില്ല. അതേപോലെ അത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വേണമെങ്കിലും ആവാം. പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യാം അല്ലേ? അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്, ടേബിളിന്റെ പേരാണ് സ്റ്റുഡൻറ് എന്ന് പറയുന്നത്. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് സ്റ്റുഡന്റിന്റെ ID, നെയിം, അതേപോലെ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റുഡന്റിന്റെ ID ആണ് നമ്മൾ പ്രൈമറി കീ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റുഡന്റിന്റെ ID, അതിന്റെ ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതെന്താണ്, അതിന്റെ കൺസ്ട്രെയിന്റിനെയാണ് ശരിക്കും കൺസ്ട്രെയിന്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് പ്രൈമറി കീ ആണെന്നുള്ളത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്പേസ് ഇട്ട് അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീ മാത്രമാണ് ഇവിടെ നമ്മൾ കണ്ടത്. നെക്സ്റ്റ്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോമ്പോസിറ്റ് പ്രൈമറി കീ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒന്നിലധികം പ്രൈമറി കീ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടേബിൾ എടുത്തു, ക്രിയേറ്റ് ടേബിൾ, എൻറോൾമെന്റ് എന്നാണ് ടേബിളിന്റെ പേര്. സ്റ്റുഡന്റ് ID ഉണ്ട്, കോഴ്സ് ID ഉണ്ട്, രണ്ടും ഇൻറ്റിജർ ആണ്. അതിനുശേഷം ഈ പറയുന്ന സ്റ്റുഡന്റ് IDനെയും കോഴ്സ് IDനെയും നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് പ്രൈമറി കീ എന്ന് എഴുതി അതിന്റെ ബ്രാക്കറ്റിൽ ഏതിനൊക്കെയാണോ നമ്മൾ പ്രൈമറി കീ ആകാൻ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയാണ് നമ്മൾ കോമ്പോസിറ്റ് പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി കീ ആഡ് ചെയ്യുന്നത്, ഒരു എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് എങ്ങനെയാണ് പ്രൈമറി കീ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് പ്രൈമറി കീ ആഡ് ചെയ്യുന്ന കാര്യം ഓർത്തത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഇപ്പോൾ ഓൾറെഡി ടേബിള് നമ്മുടെ ഡേറ്റാബേസിൽ എക്സിസ്റ്റ് ആണ്. അതിന് നമുക്ക് പ്രൈമറി കീ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓൾട്ടർ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടില്ലേ, സ്റ്റേറ്റ്മെന്റ് ഓൾട്ടർ ചെയ്യാൻ, ടേബിളിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഓൾട്ടർ കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ആഡ് പ്രൈമറി കീ ആഡ് ചെയ്യാനായിട്ട് ടേബിൾ ഓൾട്ടർ കൊടുത്തു. ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്ന സിൻടാക്സ് ആണ്, അതേപടി തന്നെ കൊടുക്കണം. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിന്റെ പേരാണ്. പ്രൈമറി കീ ആഡ് ചെയ്യണം, അതിനുവേണ്ടി ആഡ് കൊടുത്തിട്ട് പ്രൈമറി കീ ഏതാണോ പ്രൈമറി കീ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ബ്രാക്കറ്റിൽ പറഞ്ഞു കൊടുത്തു. ഇനി അത് കൂടാതെ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് പ്രൈമറി കീ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കൺസ്ട്രെയിൻഡ് ആഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, എംപ്ലോയി എന്ന് പറയുന്ന ടേബിള്, അവിടെ നമ്മൾ എംപ്ലോയിയുടെ ഓരോ ആട്രിബ്യൂട്ട്സും കൊടുത്തു. അതിനുശേഷം കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുക, അതായത് ഒരു പേര് കൊടുത്തിട്ട് നമ്മളിവിടെ പ്രൈമറി കീ കൊടുക്കുന്നു. കൺസ്ട്രെയിൻഡ് PKEMB, അതായത് ഇവിടെ ഈ കൺസ്ട്രെയിൻറ്റിന്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. അതായത് എംപ്ലോയി ID ഇവിടെ പ്രൈമറി കീ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ,
ഈ ആട്രിബ്യൂട്ട് ഇവിടെ നമുക്ക് പ്രൈമറി കീ ആണ്. അത് സെറ്റ് ചെയ്തു. അത് നമ്മൾ എങ്ങനെയാ സെറ്റ് ചെയ്തത്? ഈ കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിനൊരു പേരും കൂടി പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഈ കൺസ്ട്രെയിൻഡ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ കൺസ്ട്രെയിൻറ്റിന്റെ പേര് വിളിച്ചാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി കീ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഈ പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, അതേപോലെ സൂപ്പർ കീ, അതെല്ലാം കൂടിയുള്ള ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഈ സൂപ്പർ കീ എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഇതൊരു സൂപ്പർ സെറ്റ് ആണ്. അതിന്റെ സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ വരുന്നത്. ഈ കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഒരു കീ ആണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സൂപ്പർ കീയിലെ ഒരു കീ ആണ് നമ്മൾ കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കുന്നത്. കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഒരു കീ ആണ് നമ്മൾ സൂപ്പർ കീ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് സൂപ്പർ കീ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓൾട്ടർനേറ്റ് കീ ആണ്. ഓൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു കാൻഡിഡേറ്റ് കീ എന്താണ്? പ്രൈമറി കീ ആവാൻ ചാൻസ് ഉള്ള എല്ലാ കീസിനെയും ചേർത്തിട്ടാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഈ കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഒരു കീനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് കുറെ കീസ് ഉണ്ടായിരിക്കുമല്ലോ കാൻഡിഡേറ്റ് കീയിൽ. ആ കീസിനെ എല്ലാമാണ് ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ കസ്റ്റമർ ഐ ഡി ഉണ്ട്, കസ്റ്റമർ നെയിം, ഇമെയിൽ അഡ്രസ്, ഷിപ്പിംഗ് അഡ്രസ്, പാൻ നമ്പർ, പ്രോഡക്റ്റ് ഐ ഡി, ഇത്രയും കാര്യങ്ങളുണ്ട് ഒരു ടേബിളിൽ. ഇതിലെ കാൻഡിഡേറ്റ് കീ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? കസ്റ്റമർ ഐ ഡി, നെയിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ ഇമെയിൽ അഡ്രസ്, പാൻ നമ്പർ, ഇതെല്ലാം കാൻഡിഡേറ്റ് കീ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഈ 3 കാൻഡിഡേറ്റ് കീ ആണ് ഈ ടേബിളിലുള്ളത്. ഇതിൽ നിന്ന് ഒരെണ്ണത്തിന് നമുക്ക് എന്താക്കാം? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ കസ്റ്റമർ ഐ ഡിനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ബാലൻസ് എന്തൊക്കെയാ ഉള്ള ഈ ടേബിളിൽ? ഇമെയിൽ അഡ്രസ്സും പാൻ നമ്പറും ആണുള്ളത്. അതിനെ രണ്ടിനെയും നമുക്ക് ഓൾട്ടർനേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഒരു കീനെ പ്രൈമറി കീ ആക്കി എടുക്കും. ബാക്കിയുള്ള എല്ലാ കീസിനെയും ചേർത്താണ് നമ്മൾ ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫോറിൻ കീ? ഫോറിൻ കീ എന്ന് പറയുന്നത് 2 ടേബിൾ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്താണ് ഫോറിൻ കീ ആവശ്യമായിട്ട് വരുന്നത്. എ ഫോറിൻ കീ ഈസ് എ ഫീൽഡ് ഓർ എ സെറ്റ് ഓഫ് ഫീൽഡ് ഇൻ വൺ ടേബിൾ ദാറ്റ് റെഫേഴ്സ് ടു ദി പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. ഒരു ടേബിളിൽ നമ്മൾ കുറേ ഫീൽഡ് കൊടുത്തു. അതിലെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീനെ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടേബിളിൽ ഇതിനെ ഫോറിൻ കീ എന്ന് പറയാം. അതായത് മറ്റൊരു ടേബിളിലേക്ക് പോകുന്ന കീ ആണ്. അപ്പൊ ആ ആട്രിബ്യൂട്ടിനെ നമുക്ക് ഫോറിൻ കീ എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കാം, ഇവിടെ 2 ടേബിൾസിനെ ലിങ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പേരന്റ് ടേബിൾ, ചൈൽഡ് ടേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരും. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെന്റ്സ് ഇൻവാലിഡ് ഡേറ്റ ഇൻ ചൈൽഡ് ടേബിൾ. ചൈൽഡ് ടേബിളിൽ ഇൻവാലിഡ് ഡേറ്റ വരാതെ പ്രിവെന്റ് ചെയ്യും. അതേപോലെ ഫോറിൻ കീ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാം. ഫോറിൻ കീയില് നൾ വാല്യൂസ് വേണമെങ്കിലും വരാം. അതായത് നമ്മളൊരു റെസ്ട്രിക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നൾ വാല്യൂസും അലൗ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ 2 കൺസെപ്റ്റ് പറഞ്ഞിരുന്നു അല്ലെ, പേരന്റ് ടേബിളും ചൈൽഡ് ടേബിളും. പേരന്റ് ടേബിൾ എന്താന്ന് നോക്കാം. ഈ പ്രൈമറി കീ സെറ്റ് ചെയ്യുന്ന ടേബിളാണ് നമ്മൾ പേരന്റ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഏതിനെയാണോ നമ്മൾ ഫോറിൻ കീ ആക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ഫോറിൻ കീ ഉള്ള ടേബിളാണ് ചൈൽഡ് ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ടേബിളിന്റെ പേര്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് നെയിമും ഉണ്ട് ആ ടേബിളിൽ. അപ്പോൾ ഇവിടെ പ്രൈമറി കീ ആയിട്ടുള്ളത് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആണ്. മറ്റൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ടേബിളിന്റെ പേര് സ്റ്റുഡന്റ് എന്നാണ്. ഇവിടെ കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എന്തൊക്കെയാ? സ്റ്റുഡന്റ് ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഉണ്ട്. ഇതിലെ ഈ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി അത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യണം. അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് ഐ ഡിയിലെ വാല്യൂസ് എവിടെ പോയി റെഫർ ചെയ്യേണ്ടതാണ്? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡിനെ റെഫർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഉള്ള ടേബിളിനെയാണ് ചൈൽഡ് ടേബിൾ എന്ന് പറയുന്നത്. പേരന്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ടേബിളാണ്. അപ്പോൾ ഫോറിൻ കീയുടെ അവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി, അതായത് ഇങ്ങനെയാണ് ഫോറിൻ കീ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഈ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഫോറിൻ കീ എന്ന് മെൻഷൻ ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആണ് ഫോറിൻ കീ.
റഫറൻസസ്, ഈ കീവേഡ് ആണ് കേട്ടോ ഫോറിൻ കീ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. റഫറൻസസ്, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ, ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഐഡിനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന ഫോറിൻ കീ. അപ്പോൾ ഇനി കോമ്പോസിറ്റ് കീ എന്താണ്? അതായത് ചില സമയത്ത് നമുക്ക് പ്രൈമറി കീ കൺസ്ട്രക്ട് ചെയ്യാൻ ചില കീസ് മതിയാവാതെ വരും, അവിടെ ഒരു യുണീക്നെസ് നമുക്ക് കിട്ടാതെ വരും. അങ്ങനെ യുണീക്നെസ് കിട്ടാതെ വരുമ്പോൾ ഒന്നിലധികം ആട്രിബ്യൂട്ട്സിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ പ്രൈമറി കീ ആക്കും. അതാണ് കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. ഈ കോമ്പോസിറ്റ് കീ ഈസ് എ പ്രൈമറി കീ മെയ്ഡ് അപ്പ് ഓഫ് 2 or more columns that together uniquely identifies a record in a table. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ സ്റ്റുഡൻറ് ഐ ഡി, കോഴ്സ് ഐ ഡി, സെമസ്റ്റർ ഒക്കെ ഉണ്ട് ഈ ടേബിളിൽ. സ്റ്റുഡൻറ് ഐ ഡി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു യുണീക്നെസ് കിട്ടില്ല. അതേപോലെ കോഴ്സ് ഐ ഡി ഇത് മാത്രമായിട്ട് എടുത്താൽ ഇവിടെ നമുക്ക് യുണീക്നെസ് കിട്ടില്ല. സെമസ്റ്ററും അതേപോലെ നമുക്കൊരു പ്രൈമറി കീ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റുഡൻറ് ഐ ഡിയും കോഴ്സ് ഐ ഡിയും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കമ്പൈൻ ചെയ്തത്? ഓരോന്നിനെ സെപ്പറേറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു യുണീക്നെസ് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒന്നിലധികം ആട്രിബ്യൂട്ട്സിനെ കമ്പൈൻ ചെയ്ത് പ്രൈമറി കീ ആക്കിയിട്ട് നമ്മൾ അതിനെ ഒരു കോമ്പോസിറ്റ് കീ ആക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ് ഐ ഡിയും കോഴ്സ് ഐ ഡിയും നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ അത് യുണീക്നെസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ യുണീക്കായിട്ട് സെറ്റ് ചെയ്തു. അപ്പം എന്നിട്ട് അതാണ് ആക്ച്വലി ഇവിടുത്തെ കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം ആട്രിബ്യൂട്ടിൽ നിന്നാണ് നമ്മൾ കോമ്പോസിറ്റ് കീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് DBMSൽ നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.